സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ പുതിയ എപ്പിസോഡിലേക്ക്. നമ്മൾ ആദ്യം പോകുന്നത് ദിലീപിന്റെ വിഷയത്തിൽ തന്നെയാണ്. വിധി അറിയാൻ ഇനി 12 നാളുകൾ മാത്രം ബാക്കി നിൽക്കെ എന്താണ് ദിലീപിന്റെ അസ്ത്രത്തിൽ ഇനി ബാക്കിയുള്ളത്? എങ്ങനെയായിരിക്കും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിന് വിധി പറയുക എന്നത് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം. ദിലീപ് നിരപരാധിയോ അതോ അഴിക്കുള്ളിലോ? ഇതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. ഈ കേസിലെ നാൾ വഴികളെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും സംസാരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഡിസംബർ 8-ാം തീയതി എന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ദിവസമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഡിസംബർ 8-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേരള സമൂഹം ഒട്ടാകെ തന്നെ. 2017 ഫെബ്രുവരി 17-ാം തീയതി നടന്ന നടിയാക്രമിച്ച ആ കേസ് 2025 ഡിസംബർ 8-ാം തീയതി അതിൻ്റെ തിരശ്ശീല വീഴാൻ പോകുന്നു. അതെന്തായിരിക്കുമെന്നത് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദിലീപിന് മുന്നിലുള്ളത് ഇനി രണ്ട് വഴികളാണ്. നിങ്ങൾ 2 വഴികൾ ഒന്ന് ആലോചിച്ച് നോക്കുകയെ. നമുക്ക് ആദ്യം 2017 പോകാം. 2017 ജൂലൈ 10-ാം തീയതി ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ദിലീപ് അകത്താകുമ്പോൾ, അപ്പോൾ റിലീസാകാൻ വേണ്ടി ദിലീപിന് ഒരു സിനിമയുണ്ടായിരുന്നു, പേര് രാമലീല. ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാമലീല സിനിമ എന്താ ചെയ്തത്? അവരിറക്കിയ പ്രൊമോഷൻ പോസ്റ്റേഴ്സ് എല്ലാം ദിലീപ് ജയിലിനകത്തുമായി ബന്ധപ്പെട്ടുള്ള സാമ്യത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതെങ്ങനെയാണ് അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്? ആ സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട്, ആ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ യഥാർത്ഥ ജീവിതവുമായി അവർ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പ്രതി ഞാനാവണം എന്ന തീരുമാനമുള്ള പോലെയുള്ള ഡയലോഗുകൾ രാമലീലയുടെ ടീസറിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിലീപിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി യഥാർത്ഥ ജീവിതത്തിലും ശ്രമിക്കുകയാണ് കേരള സമൂഹം എന്നുള്ള ചോദ്യം മുന്നിട്ട് നിർത്തിക്കൊണ്ട് സെപ്റ്റംബർ 28-ാം തീയതി രാമലീല റിലീസ് ചെയ്യപ്പെടുന്നു. 2017 സെപ്റ്റംബർ 28-ന് രാമലീല റിലീസ് ചെയ്യുമ്പോൾ ദിലീപ് ജയിലിനകത്താണ്. ദിലീപ് അപ്പോൾ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നുള്ളത് ഓർക്കുക. 28-ാം തീയതി രാമലീല വലിയ തരംഗമാകുന്നു. ജനങ്ങളൊട്ടാകെ തന്നെ ആ സിനിമ സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഒക്ടോബർ 3-ാം തീയതി ദിലീപ് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. രാജാവിനെ പോലെ വാഴിച്ചുകൊണ്ട് നോട്ടുമാലയും ഹാരവും ഒക്കെ എറിഞ്ഞുകൊണ്ട് ജയിലിൽ പുറത്തു നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിൽ ദിലീപ് കൈവീശി കാണിച്ച് ദിലീപ് ഒരു ഹീറോ ഇമേജ് തിരിച്ചെടുക്കുന്നു. അതിനുശേഷം രാമലീല 2017 തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറി. 2017 തന്നെ ദിലീപ് പറഞ്ഞിരുന്നൊരു കാര്യം, തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും തിരിച്ചു കൊണ്ടുവന്നതും രാമലീല എന്ന സിനിമ തന്നെയാണ്. അതിനുശേഷം ദിലീപ് ചെയ്ത പല സിനിമകളും ഫ്ലോപ്പ് ചാർട്ടിലേക്ക് ഇടം പിടിച്ചെങ്കിൽ പോലും 2017 രാമലീലയുടെ ഒരൊറ്റ കാരണം കൊണ്ടും പിടിവള്ളിയും കൊണ്ടും ദിലീപ് 8 വർഷത്തോളം പിടിച്ചു നിന്നു എന്നത് നമുക്കറിയാം. വോയിസ് ഓഫ് സത്യനാഥനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയും മാത്രമാണ് ദിലീപിന് ഒരു ഭേദപ്പെട്ട വിജയം സമ്മാനിക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള എല്ലാ സിനിമകളും അങ്ങ് നിലം പരിശാവുകയായിരുന്നു ദിലീപിൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള എല്ലാ സിനിമകളും നിരത്തിയൊന്നും പറയുന്നില്ല, കാരണം പല സിനിമകളും അണുബോംബുകളെ പോലെ പൊട്ടുന്നൊരു സാഹചര്യം തിയേറ്ററിനുള്ളിലുണ്ടായി. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്? ഡിസംബർ 8-ാം തീയതി ഈ കേസിന് വേണ്ടി വിധി വരുമ്പോൾ ഡിസംബർ 18-ാം തീയതി ദിലീപിൻ്റെതായ റിലീസിന് ഇറങ്ങാൻ പോകുന്നൊരു സിനിമയുണ്ട്, പേര് ബബ്ബ, ഭയം ഭക്തി ബഹുമാനം എന്നാണ് ആ സിനിമയുടെ പേര്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, മോഹൻലാൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോയിൽ എത്തുന്നു. അശോകൻ, ബാലു വർഗീസ്, ശരണ്യ പൊന്മർണൻ, അങ്ങനെ തുടങ്ങി നിരവധി താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ തന്നെ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ബബ്ബ. ദിലീപിൻ്റെ സിനിമ ജീവിതത്തിൽ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയുണ്ടെങ്കിൽ അത് ബബ്ബ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനിടയിലാണ് ഈ കേസിൻ്റെ വിധി 8-ാം തീയതി വരികയാണെന്നുള്ള കാര്യത്തിലേക്ക് മാറുന്നത്. 2 സിനാരിയോകൾ, ദിലീപിന് മുന്നിലുള്ള 2 വഴികൾ, അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യത്തെ വഴി, ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. 8-ാം പ്രതിയായ ദിലീപിനെ കോടതി ശിക്ഷിക്കുകയാണ്. ഡിസംബർ 18-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ബബ്ബയ്ക്ക് പോലും ദിലീപിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. കാരണം 8 വർഷം നീണ്ട വിചാരണകൾക്ക് ശേഷം ദിലീപിന് ഗൂഢാലോചന കേസിൽ ദിലീപ് അഴിക്കുള്ളിലേക്ക് ആവുകയാണെങ്കിൽ തീർന്നു. ഇന്നും ദിലീപിന് തിരശ്ശീലയിൽ ചാർത്തിക്കൊടുക്കുന്ന ജനപ്രിയ നായകൻ പട്ടം കീറി വലിക്കും കേരള സമൂഹം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വീണ്ടും ജനപ്രിയ നായകൻ പട്ടവുമായി ദിലീപ് തിരശ്ശീലയിലേക്ക് വരാനാണ് പോകുന്നതെങ്കിൽ കേരള സമൂഹം പുച്ഛിച്ച് തള്ളും, കാർക്കിച്ചു തുപ്പും എന്ന കാര്യത്തിലും തർക്കമില്ലാത്ത രീതിയിലേക്ക് മാറും ഡിസംബർ 8-ാം തീയതിയിലെ ആ വിധി. അതിനുശേഷം ദിലീപ് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോയാൽ പോലും ഇവിടെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആ വിധിക്കനുസരിച്ച് കേരള സമൂഹം മാറൂ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ദിലീപിൻ്റെ ജനപ്രിയ നായകസ്ഥാനം ഇടിയും, ദിലീപിൻ്റെ സിനിമകൾ ഇടിയും, ദിലീപിന് കരിയറിലേക്ക് തന്നെ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ പൂട്ടായി തന്നെ ആ സിനിമ അത് മാറുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ആ വിധി ദിലീപിന് അവസാനം
അവസാനത്തെ ആണിയായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ മോഹൻലാൽ ഉൾപ്പെടെ സൈബർ അറ്റാക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ സിനിമ തകർന്നടിഞ്ഞ് വീണാൽ പോലും അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാവില്ല. ഈ സിനിമ കാണാൻ ആളുകൾ വന്നില്ലെങ്കിൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവില്ല ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്നതാണ് ആദ്യത്തെ സിനാറിയോ. ഇനി മറിച്ചൊരു സിനാറിയോ ആലോചിച്ച് നോക്കുക. ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി തെളിയിക്കുകയാണെങ്കിൽ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും ദിലീപിന് എന്നുള്ളതാണ് വാസ്തവം. അതായത് ദിലീപ് ഇത്രയും നാളും ഉണ്ടായിരുന്ന, ദിലീപിൻ്റെ തോളിൽ ചാരിയിരുന്ന ഒരു പേര് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പല സാധ്യതയ്ക്കുള്ള വാതിൽ തുറക്കാൻ ഡിസംബർ 8-ാം തീയതിയുടെ വിധി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബബ്ബ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും അണിയറ പ്രവർത്തകർക്കും ദിലീപിന് മുന്നോട്ട് പോകാം. ഒരു വലിയ ഗ്രീൻ സിഗ്നൽ തന്നെ കിട്ടുകയും ചെയ്യും. ആ സിനിമ മികച്ചതാണെങ്കിൽ തിയേറ്ററിലും വിജയിക്കും, അതിനകത്തും തർക്കമൊന്നുമില്ല. തുടർന്ന് അങ്ങോട്ട് ദിലീപിന് ഒരുപാട് സിനിമകളും വരും, ഒരുപാട് കൊളാബറേഷൻസ് വരും. അങ്ങനെ പല രീതിയിലേക്കും ദിലീപ് എന്ന നടന് ഒരു വേർഷൻ 2.0 അല്ലെങ്കിൽ ഒരു പക്ഷേ വേർഷൻ 3.0 സംഭവിക്കാം. കാരണം 2.0 വേർഷൻ 2017 സംഭവിച്ചതാണ്, അതുകൊണ്ടാണ് 3.0 എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു 3.0 ദിലീപിനെ ഇനി അങ്ങോട്ട് മലയാള സിനിമയിലേക്ക് കാണാനും സാധിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അങ്ങനെ രണ്ട് സിനാറിയോകൾ നാളിതുവരെ ദിലീപിനെ തള്ളിപ്പറഞ്ഞവർക്കൊക്കെ തന്നെ തിരിച്ച് ദിലീപിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു സിനാറിയോയും കൂടി ആ സമയത്ത് ഒരുക്കപ്പെടാം. അങ്ങനെയുമുള്ള സാധ്യതകളുണ്ടാകാം ഈ 8-ാം തീയതിയുടെ വിധി ദിലീപിന് അനുകൂലമായി മാറുകയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദിലീപ് ഇതിനകത്ത് പ്രതികൂലമായിട്ടാണ്, അതായത് ദിലീപ് കുറ്റക്കാരനായിട്ടാണ് സെഷൻസ് കോടതി വിധി പറയുന്നതെങ്കിൽ പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം വേണ്ട. ദിലീപിൻ്റെ കരിയർ അവസാനിച്ചു, ദിലീപിൻ്റെ പതനം ഉറപ്പിക്കാം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യും. കാരണം ഒരു നടിയെ ആക്രമിച്ച കേസിൽ, ഒരു പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കുന്ന ഗൂഢാലോചന കുറ്റത്തിൽ ഒരു നായക നടൻ അറസ്റ്റിലാകുന്നു എന്നതിൻ്റെ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ കേൾവി പോലും ഇല്ലാത്ത ഒരു വാർത്തയിലേക്കും ഒരു നടനിലേക്കും വിരൽ ചൂണ്ടുമ്പോഴേക്കും സ്വാഭാവികമായും മലയാളികൾ പുച്ഛിച്ചു തള്ളും. 2017 രാമലീലയ്ക്കൊക്കെ മുന്നേ ജൂലൈ 10-ാം തീയതി ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണോ മലയാളി സമൂഹം ദിലീപിനെ ഓടിച്ചു വിട്ടതും കല്ലെറിഞ്ഞതും കാർക്കിച്ചു തുപ്പുകയും ചെയ്തത്, അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കും ഡിസംബർ 8-ാം തീയതി ദിലീപിന് പ്രതികൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ എന്നുള്ളതാണ്. നമ്മൾ 12 നാളുകൾ, കേരള സമൂഹം ഉറ്റുനോക്കുന്ന 12 നാളുകളിലേക്ക് തന്നെയാണ് നീളുന്നത് എന്നതും തർക്കമൊന്നുമില്ല. ഇനി ഈ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള സാമ്യതകളെ കുറിച്ച് സംസാരിക്കട്ടെ. 2017 ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അഴിക്കുള്ളിൽ കഴിയേണ്ടി വന്നപ്പോൾ ദിലീപിന് ആകെയുള്ളൊരു കച്ചിത്തുരുമ്പായി നിന്നത് രാമലീലയാണ്. സച്ചിയുടെ തിരക്കഥയിൽ അരുൺ ഗോപി എന്ന നവാഗതനായ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് രാമലീല. അതിലായിരുന്നു എല്ലാ പ്രതീക്ഷയും. കാരണം ആ സിനിമ പരാജയമായിരുന്നെങ്കിൽ, ദിലീപ് തന്നെ പറയുന്നു, രാമലീല എന്ന സിനിമ പരാജയമായിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും സിനിമാ മേഖലയിലേക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നത് ദിലീപിന് പോലും അറിയാം. ദിലീപ് അത്രയും നാൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന, മലയാള സിനിമയുടെ A to Z വരെ അറിയാവുന്ന നിർമ്മാതാവും നായകനും തിയേറ്റർ ഉടമയും ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെയായി പല സംഘടനകളുടെയും തലപ്പത്ത് നിന്ന് നടനറിയാം. ആ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ദിലീപിന് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാമലീല എന്ന സിനിമയുടെ ഒരു ഒറ്റ പിടിവള്ളി കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ 8 വർഷവും ദിലീപിന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. ദിലീപ് പോലും തർക്കിക്കില്ല. ഇപ്പൊ ബബ്ബയിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ? രാമലീല സംവിധാനം ചെയ്തത് നവാഗതനായ സംവിധായകനായ അരുൺ ഗോപി ആണെങ്കിൽ ഇവിടെ ബബ്ബ സംവിധാനം ചെയ്തത് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ്. ധനഞ്ജയുടെ കരിയറിലെ ആദ്യത്തെ സിനിമയാണ് ബബ്ബ. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ താരനിരയെ അണിനിർത്തിക്കൊണ്ട് മോഹൻലാലിനെ പോലൊരു താരത്തെയും കൂടി കൊണ്ടുവരുമ്പോഴേക്കും ഹിറ്റിൽ കുറഞ്ഞതൊന്നും ഈ അണിയർ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ഇരുട്ടടിയിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് ഈ ഡിസംബർ 8-ാം തീയതി വരാൻ പോകുന്ന വിധിയുടെ പ്രഖ്യാപനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രൊമോഷൻസും ബബ്ബയുടെ തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റേഴ്സ് എല്ലാം ഓരോ ചുമരിലായി അടിച്ചു കഴിഞ്ഞു. 3D പോസ്റ്റേഴ്സ് പുറത്തു വരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പല അപ്ഡേറ്റുകൾ അവർ പുറത്തുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ ട്രെയിലർ വരും, പാട്ട് വരും, പല അപ്ഡേറ്റുകളുമായി നിൽക്കുമ്പോഴാണ് ദിലീപിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ കേസിന്റെ ഒരു വിധി കൂടി ഡിസംബർ 8, അതായത് 18-ന് 8, 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 18-ാം തീയതി റിലീസാണ്. അതിന് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വിധി വരാൻ പോകുന്നത്. അത് നമുക്കറിയാം, സാധാരണ ഒരു സിനിമ റിലീസാകുമ്പോഴേക്കും അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ പരിപാടി തുടങ്ങി അവസാനത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ദിലീപിന്റെ കേസിന്റെ വിധി 8-ാം തീയതി വരുന്നത്. അത് ഈ സിനിമാ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്, വളരെ ഗുരുതരമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. നെഞ്ചിടിക്കുകയായിരിക്കും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കം വേണ്ട. ഒരു തരത്തിലും ഒരു കണിക പോലും ആ തർക്കത്തിന് ശതമാനം പോലും ഉതിരുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ
ദിലീപിന് ഈ 8-ാം തീയതി എന്ന് പറയുന്ന നാൾ വരെ ദിലീപിൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളായിരിക്കും കടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നീതി കിട്ടണം. ഏത് കേരള സമൂഹം, പൊതുസമൂഹം വർഷങ്ങളായി ആഗ്രഹിക്കുന്ന നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 8-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്ത് തന്നെയായാലും അതിനുവേണ്ടി മലയാള സമൂഹം ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സാക്ഷികൾ കൂറുമാറിയത് ഉൾപ്പെടെയുള്ളത് നമുക്കറിയാം. എത്ര ആളുകൾ സാക്ഷികളായി വന്ന് ആദ്യം നൽകിയ മൊഴി മാറ്റിപ്പറഞ്ഞത് നമുക്കറിയാം. സിനിമാ മേഖലയിൽ തന്നെ ബിന്ദു പണിക്കർ, നടി ഭാമ, നടൻ സിദ്ദിഖ്, ഇടവേള ബാബു ഇവരൊക്കെ ആദ്യം കൊടുത്ത മൊഴി പിന്നീട് മാറ്റിപ്പറഞ്ഞത് എങ്ങനെയെന്നുള്ളതും അറിയാം. അതിനുശേഷം സിദ്ദിഖും ബിന്ദു പണിക്കരും ഉൾപ്പെടെയുള്ള താരങ്ങൾ ദിലീപിൻ്റെ സിനിമകളിൽ സ്ഥിരമായി അഭിനയിച്ചത്, ഏറ്റവും ഒടുവിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ പോലും ദിലീപിൻ്റെ അമ്മയും അച്ഛനുമായി എത്തിയത് ബിന്ദു പണിക്കരും സിദ്ദിഖുമാണെന്നതും കൂടി ഓർക്കുക. അങ്ങനെ സിനിമാ മേഖലയിൽ ഇതുപോലെ ഇവർക്ക് മൊഴി മാറ്റിയതിൻ്റെ പേരിൽ അവസരങ്ങൾ ദിലീപിൻ്റെ സിനിമകളിൽ തന്നെ കിട്ടുമ്പോൾ ഈ ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ മാത്രം മലയാളികൾ മണ്ടന്മാരല്ല എന്നതും കൂടി ഓർക്കുക. അങ്ങനൊരു പശ്ചാത്തലത്തിലും കൂടി നിൽക്കുമ്പോഴാണ് ഈ കേസിൻ്റെ വിധി വരുന്നത് എന്നതും കൂടി ഏറ്റവും നിർണായകമായൊരു ഘടകവും കൂടിയാണ്. ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് എത്രമാത്രമായിരിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ദിശയിലും എടുത്തു നോക്കുക, രണ്ട് ദിശയിലും ഉണ്ടാകാം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ദിലീപിന് മുന്നിൽ ആകെ ഉള്ളത് രണ്ട് വഴികളാണ്. ഒന്നുകിൽ ഈ കേസിൽ നിന്നും ഊരിപ്പോവുക, അല്ലെങ്കിൽ അഴിക്കുള്ളിലാവുക. ഊരിപ്പോവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കുക, അഴിക്കുള്ളിലാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നതും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായിരിക്കും അവസ്ഥ. കാരണം അമ്മയിൽ നിന്ന് പ്രാഥമിക അംഗത്വം വരെ ദിലീപിന് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഈ കേസിൽ ദിലീപ് അഴിക്കുള്ളിലാവുകയാണെങ്കിൽ, ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കുകയാണെങ്കിൽ പിന്നെ ദിലീപിന് തിരശീല എന്നത് മറക്കാം. അത് സ്വപ്നമായി മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ദിലീപിൻ്റെ കരിയറിലോട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിലീപിന് പുരോഗമിക്കുന്ന ഒരു സിനിമാ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഷാജി കൈലാസിൻ്റെ മകൻ സംവിധാനം ചെയ്യുന്ന, അതായത് ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന D-152 എന്ന സിനിമയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ദിലീപിൻ്റെ 152ാമത്തെ ചിത്രമാണ്. അത് തൊടുപുഴയിലും പരിസര പ്രദേശത്തുമായി അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ജഗൻ തന്നെ പറയുന്നത് ഇതൊരു റിവെഞ്ച് ത്രില്ലർ സ്റ്റോറിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ട് ഏകദേശം 1-2 ആഴ്ചയാകുന്നുള്ളൂ. അതിനിടയിൽ ഈ കേസിൻ്റെ വിധിയും കൂടി വരുമ്പോഴേക്കും സ്വാഭാവികമായും ഒരു ഷൂട്ടിംഗ് തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇനി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ കൂടി നടക്കുന്നു. ആ സിനിമയിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു പീഡന കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ ഇനി ദിലീപ് അറസ്റ്റിലാവുകയാണെങ്കിൽ ആ നടൻ്റെ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ മോഹൻലാലിന് കിട്ടാൻ പോകുന്ന സൈബർ അറ്റാക്കും ചെറുതൊന്നുമായിരിക്കില്ല. ഏറ്റവും ഒടുവിൽ വിസ്മയ മോഹൻലാൽ എന്ന ലാലേട്ടൻ്റെ മകൾ ആദ്യമായി നായികയെത്തുന്ന തുടക്കം എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ ആദ്യം വേദിയിലെത്തി സംസാരിച്ചതും ദിലീപ് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാലും ദിലീപും തമ്മിൽ ഒരു വലിയ കൊളാബറേഷൻ നടക്കുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെതിരെ വരാൻ പോകുന്ന സൈബർ അറ്റാക്കും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന അടുത്ത 12 ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓരോ ദിവസവും നിർണായകമാകും. പ്രത്യേകിച്ച് ഈ സിനിമാ ടീമുമായി ബന്ധപ്പെട്ട്, ഇവരുടെ അണിയറ പ്രവർത്തകരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും ഓരോ ദിവസവും ദിലീപിന് അതീവ നിർണായകമാണ്. ഡിസംബർ 8-ാം തീയതി കാത്തിരിക്കുകയാണ് കേരള സമൂഹം. എന്താകും വിധി എന്നറിയാൻ.